ചോദിക്കാതിരുന്നാൽ ഞാൻ തെറ്റുകാരിയാവും. നീയൊരു പെണ്ണ, സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അമ്മായി, നിനക്കെന്റെ മോനെ ഇഷ്ടമാണ്? പറയൂ. നിങ്ങൾ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി, മോള് പോ. ഞാൻ മുരളിയോടൊന്ന് സംസാരിക്കട്ടെ. സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് നാം ഇവിടെ കൽപ്പിക്കുന്ന അതിർത്തികളുണ്ടല്ലോ, അതൊന്നും സിംഗപ്പൂരിലില്ല. പണക്കൊഴുപ്പിന്റെ വിസ്മൃതിയിൽ ബ്രേക്ക് പോയ ബന്ധങ്ങളാണ് ഇവിടെ. നിശാ ക്ലബ്ബുകൾ, നഗ്ന പ്രദർശനങ്ങൾ, അന്വേഷിക്കാതെ തന്നെ മുന്നിലെത്തുന്ന വികാരവതികൾ. ആ പ്രലോഭനങ്ങളിൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. എന്റെ മനസ്സ് നിമിഷങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കാമുകന്റേതാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടല്ല, 100 പെൺകുട്ടികളോട്. ഞാൻ അതൊന്നും അറിയാൻ ആഗ്രഹിച്ചില്ലല്ലോ. പ്രമിളെ, ഇന്നലെ രാത്രി ഞാൻ ആ മുറിയിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നീ എതിർക്കുമായിരുന്നു? പറയൂ. എനിക്കറിഞ്ഞൂടാ. വൈക്കത്ത് നിന്നുള്ള മടക്കയാത്രയിൽ നിന്നിൽ ഉണർന്നു കണ്ട വികാരമാണ് എന്നെ നിന്റെ മുറിയിലെത്തിച്ചത്. മുരളി, സിംഗപ്പൂരിലെ അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തിയല്ലേ? രാത്രി നീ എന്റെ മുറിയിൽ വന്നപ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നേക്കാളേറെ നീ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. മുരളി, തകർന്ന മനസ്സോടെയാണ് ഞാനിങ്ങോട്ട് വന്നത്. മുരളി എന്നെ മാറ്റിയെടുത്തു. അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എന്നാൽ നീ നിന്റെ ജീവിതവുമായി എന്റെ മുന്നിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ മുരളിയുടെ മുറപ്പെണ്ണാണ്. എന്നെ മുരളിക്ക് സ്നേഹിക്കാം, വിവാഹം കഴിക്കാം. ആ ഒരു അവകാശം ഉള്ളത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ മനസ്സിലുള്ള മണ്ടൻ കാമുകിനെ അടിച്ചോടിക്കാൻ മുരളി എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാലേ മറ്റൊരാൾക്ക് അങ്ങോട്ട് കയറി വരാൻ ഒക്കുമെന്നും ഞാനായിരിക്കുന്നു പ്രമിളയ്ക്ക് തോന്നിയല്ലേ? മുരളി തോന്നിപ്പിച്ചു. മുരളിയുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. അന്ന് സാരികൾ വാങ്ങി തന്നപ്പോൾ ഉടവ വാങ്ങിക്കുന്ന ഒരു കല്യാണ പെണ്ണിന്റെ മനസ്സോടെയാണ് ഞാനത് സ്വീകരിച്ചത്. എനിക്കൊരു ജീവിതം കിട്ടുകയാണെന്ന് ഞാൻ കരുതി. ആ മനസ്സാണ് മുരളി ഇന്നലെ എന്നെ മുരളിയുടെ മുറിയിൽ എത്തിച്ചത്. ഒരിക്കലും എന്റെ ശരീരമല്ല. പ്രമിളെ, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. നീ എന്നെയും. രണ്ടുപേർക്കും തെറ്റിപ്പോയിരിക്കുന്നു. പ്രമിളെ, എന്റെ മനസ്സിലൊരു ഭാര്യയുടെ സങ്കല്പമില്ല. അതുകൊണ്ട് ഒരു ഭർത്താവിന് നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കും. നിരാശപ്പെടണ്ട. കഴിഞ്ഞതെല്ലാം മറക്കും. മറ്റൊരാളെ കണ്ടെത്താൻ ശ്രമിക്കും.